ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി കിടക്കാനൊരുങ്ങുകയാണ് രാജു. പഴയതുപോലെ വേണ്ടെന്നും ഞാൻ താഴെ കിടക്കാമെന്നും ഋതിക പറയുന്നുണ്ടെങ്കിലും മേഡത്തിന് അതൊന്നും ശീലമില്ലാത്തത് കൊണ്ട് വേണ്ടെന്നും ഞാൻ തന്നെ താഴെ കിടന്നോളാമെന്നും പറഞ്ഞുകൊണ്ട് രാജു നിലത്ത് കിടക്കുന്നു. ഇത് കാണുന്ന ഋതിക തന്റെ താലിമാല മുറുകെ പിടിച്ചുകൊണ്ട് രാജുവിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതേസമയം ഋതികയുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ് രാജു. എന്നാലും മേഡത്തിന്റെ അമ്മ എവിടെയായിരിക്കും? മേഡം എൻ്റെ അടുത്ത് സുരക്ഷിതയാണ് എന്നുള്ള ഉറപ്പ് കാരണമായിരിക്കില്ലേ അവരെന്നോട് വിവാഹത്തിന് തയ്യാറാകാൻ പറഞ്ഞത്? അങ്ങനെ രാജുവും ഋതികയും ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണിയാണ്. പ്രതാപ് വർമ്മയുടെ നമ്പർ എവിടെ നിന്നൊക്കെ തപ്പിയെടുത്തതിന് ശേഷം വർമ്മയെ വിളിക്കുകയാണ് കൊച്ചമണി. ആരാണെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഞാൻ രാജുവിൻ്റെ വല്യമ്മയാണെന്നും അന്ന് നമ്മൾ ഓണാഘോഷ പരിപാടിക്കിടെ പരിചയപ്പെട്ടത് ഓർക്കുന്നില്ലേ എന്നും കൊച്ചമ്മണി ചോദിക്കുന്നു. അതെ, കലാമണ്ഡലം അമ്മിണിയമ്മ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ അല്ലെന്നും ഞാൻ കലാമണ്ഡലം കൊച്ചമ്മണിയാണെന്നും കൊച്ചമ്മണി പറയുന്നു. ആ, ഇപ്പം മനസ്സിലായി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഞാനേ മരുമകളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്താ, ഋതുമോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നും ഋതുമോളെ അച്ചമ്മയെ പോലെ തന്നെ ഞാനാണ് ഇവിടെ നോക്കുന്നതെന്നും കൊച്ചമ്മണി പറയുന്നു. ഇനിയും ഞാൻ വിളിക്കും. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നെ തിരക്കി പോലീസൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് അമ്മിണിയമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർമ്മ കോള് കട്ട് ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജു ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ്. പത്മാവതി എന്നാണ് ഋതിക മേഡത്തിന്റെ അമ്മയുടെ പേര്. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അവരെ കണ്ടെത്തണം. തുടർന്ന് കതക് തുറക്കുന്ന രാജു പുറത്തേക്കിറങ്ങി തിണ്ണയിലേക്ക് ചെന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അവിടെ പത്രം വായിച്ചുകൊണ്ട് വേണു ഇരിപ്പുണ്ടായിരുന്നു. രാജു ഇടക്കിടയ്ക്ക് അകത്തേക്ക് നോക്കുന്നത് കാണുമ്പോൾ രാധമ്മയെ വിളിക്കുകയാണ് വേണു. എന്താന്ന് രാധമ്മ ചോദിക്കും. ഇന്നലെ വരെ ഇവൻ എഴുന്നേറ്റ് വരുമ്പോൾ കാപ്പി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നത് കണ്ടി അതാ ഞാൻ നിന്നെ വിളിച്ചതെന്ന് വേണു പറയുമ്പോൾ രാധമ്മ പറയുകയാണ് ഇവൻ എൻ്റെ മകനൊന്നുമല്ല. ഇത് കേൾക്കുന്ന വേണു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുകയാണ്, പിന്നെന്താ, ചാല കമ്പോളത്തിൽ നിന്നും ഞാൻ വാങ്ങിയ കാളക്കുട്ടിയാണോ ഇത്? ഇനി എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. അച്ഛാ, അതങ്ങ് വിട്ടേക്ക്, സാരമില്ലെന്ന് രാജു പറയുമ്പോൾ രാജുവിനുള്ള കാപ്പിയുമായിട്ട് കൊച്ചമണി പുറത്തേക്ക് വരികയാണ്. എനിക്ക് മാത്രമേ കാപ്പിയുള്ളൂ, അച്ഛന് കാപ്പിയില്ലേ എന്ന് രാജു ചോദിക്കുമ്പോൾ അതിന് അച്ഛന് കാപ്പി കൊടുക്കാൻ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ശരിയല്ലെന്ന് കൊച്ചമണി പറയുന്നു. അച്ഛനില്ലാത്ത കാപ്പി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജു ആ കാപ്പി മേശപ്പുറത്ത് വെക്കുമ്പോൾ വേണു പറയുകയാണ്, ഇവൾക്ക് ദേഷ്യവും വാശിയും ഒക്കെ എന്നോടാണ്. അമ്മയോട് വഴക്കിട്ട് മാതൃശാപം ഏറ്റുവാങ്ങലേടാ എന്ന് വേണു വിഷമത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. ഋതു ചേച്ചിയെ നന്നായി മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് അപ്പു തമ്പുരാട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചില ചടങ്ങുകളൊന്നുമില്ലാതെ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ലെന്ന് മോള് തൽക്കാലം വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് തമ്പുരാട്ടി. പിന്നീട് കാണിക്കുന്നത് ഋതികയാണ്. വിഷമത്തോടെ നിൽക്കുന്ന ഋതികയുടെ അരികിലേക്ക് കാപ്പയും കൊണ്ട് ചെല്ലുകയാണ് കൊച്ചമണി. മോള് കരുതുന്നത് പോലെ ആ രാധമ്മ പാവമൊന്നുമല്ല. എന്തെങ്കിലും പറഞ്ഞാൽ മോളും തിരിച്ച് നല്ലത് തന്നെ പറയണം. എന്നിട്ടും അവരങ്ങനെ തന്നെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്താൽ മതി. രാജുവിനെ കൊണ്ട് ഇവിടെ നിന്ന് മോളുടെ കൊട്ടാരത്തിലേക്ക് അങ്ങ് പോകണം. വല്യമ്മ കൂടെ ഇല്ലെന്നുള്ള വിഷമമൊന്നും മോൾക്ക് വേണ്ട. വല്യമ്മയും കൂടെ തന്നെ വരാം. അപ്പോഴേ ഇവരൊക്കെ ഒരു പാഠം പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചമണി അകത്തേക്ക് കയറി പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് രമ്യയും രുക്മിണിയുമാണ്. സമനില തെറ്റിയവരെ പോലെ ഇരിക്കുകയാണ് രമ്യ. രുക്മിണി ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവും ഇല്ലാതെ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് രമ്യ. എൻ്റെ ഈശ്വര, ഞാനിപ്പോൾ സഹായത്തിന് ആരെയാ വിളിക്കുക എന്നൊക്കെ മനസ്സിലോർക്കുകയാണ് രുക്മിണി. തുടർന്ന് രുക്മിണി അംബികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ വല്ലതും അംബിക അറിഞ്ഞോ എന്ന് രുക്മിണി ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞെന്ന് അംബിക പറയുന്നു. എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെയാണ്. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവര് ചതിക്കപ്പെട്ടാൽ അങ്ങനെയൊക്കെ തന്നെയാ രുക്മിണി ഇപ്പോഴത്തെ കാലത്ത്. എൻ്റെ മോളുടെ അവസ്ഥ വളരെ മോശമാണ് അംബികെ. അംബിക എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ആ രീതിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോ. നന്ദി കെട്ടവനാണെങ്കിലും ആ രാജുവിനെ ഞങ്ങളുടെ മോൾക്ക് തിരികെ താ, ഇല്ലെങ്കിൽ എൻ്റെ മോള് പട്ടിണി കിടന്ന് ചത്തുപോകുമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് രുക്മിണി. എന്തായാലും രുക്മിണി സമാധാനത്തോടിരി, ഞാനെന്തെങ്കിലും വഴി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക കോള് കട്ട് ചെയ്യുന്നു. അമ്മ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ദീപക് ചോദിക്കുമ്പോൾ അംബിക പറയുകയാണ്, രാജുവിനെ ഋതികേനെ തമ്മിൽ തെറ്റിക്കാനുള്ള വഴിയെല്ലാം എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ആ തമ്പുരാട്ടിയുടെ കൈകൊണ്ട് ചാകേണ്ടി വരും. എന്താണെങ്കിലും തൽക്കാലം ഇപ്പോൾ എന്നെ അതിന് കിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയും ശ്രീലക്ഷ്മിയുമാണ്. തിരികെ പോകാനായി പെട്ടിയിലേക്ക് തുണികളെല്ലാം എടുത്തു വെക്കുകയാണ് രണ്ടുപേരും. എനിക്കെന്താണെങ്കിലും ഋതികയോട് ദേഷ്യമോ ഒന്നും തന്നെയില്ല. പക്ഷെ നിന്റെ ചേട്ടൻ കാണിച്ചത് ചതി തന്നെയാ. അതൊരിക്കലും പൊറുക്കാനോ മറക്കാനോ എന്നെ കൊണ്ടാകില്ലെന്ന് തീർത്തു പറയുകയാണ് ഹരീഷ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.